ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ടു ഹാപ്പി ബിറ്റ്സ് TV. എല്ലാവർക്കും സുഖമല്ലേ? ഇന്നത്തെ പോലെ ഇന്നും നമുക്കൊരു അടിപൊളി വീഡിയോയിലേക്ക് കിടക്കും. ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് നമ്മളുടെ വീട്ടിൽ നിന്നിട്ടുണ്ടെങ്കിൽ ഒരു സന്തോഷം തോന്നണില്ല, അല്ലെന്നുണ്ടെങ്കിൽ നമുക്കൊരു ഫ്രഷ്നെസ് ഫീൽ ചെയ്യണില്ല, എന്തോ ഒരു നെഗറ്റീവ് എനർജി നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിനർത്ഥം എന്താ? നമ്മുടെ വീട്ടിൽ ഒരു മലിനമായ വായു കടന്നിട്ടുണ്ട്. അപ്പം നമുക്ക് ആ മലിനമായ വായുവിനെ നമുക്ക് പുറത്താക്കണ്ടേ? എന്നിട്ട് നമ്മളുടെ വീട്ടിൽ നല്ല പോസിറ്റീവ് എനർജി നിറയ്ക്കണം, അതുപോലെ നമ്മളുടെ മൈൻഡിനും നല്ല പോസിറ്റീവ് എനർജി നിറയ്ക്കണം. അതിനുവേണ്ടി നമ്മൾ ആദ്യം ചെയ്യേണ്ടത് നമ്മളുടെ വീട്ടിൽ നല്ല സുഗന്ധപൂർവ്വം ആക്കുക എന്നുള്ളതാണ്, നല്ല സുഗന്ധം നിറയ്ക്കുക എന്നുള്ളതാണ്. പിന്നെ അതുപോലെ കൂടാണ്ട് മലിനമായ വായുവിനെ നമ്മൾ പുറത്താക്കാൻ വേണം. അതിനിപ്പോൾ നമ്മൾ ആദ്യം ചെയ്യാന്ന് വെച്ചാൽ നമ്മുടെ വിൻഡോസ് എല്ലാം നന്നായിട്ട് തുറന്നിട്ടിട്ട് നന്നായിട്ട് നമ്മുടെ വീട്ടിൽ പോസിറ്റീവ് എനർജി നിറയ്ക്കുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മളുടെ വീട്ടിൽ നല്ല രോഗാണുക്കളൊക്കെ പോവുകയും ചെയ്യും, അതുപോലെ തന്നെ നല്ല മൈൻഡ് ഫ്രഷ് ആകും. അതുപോലെ തന്നെ നമുക്ക് ഇടവിട്ട് ഇങ്ങനെ രോഗം ഉണ്ടായിക്കൊണ്ടിരിക്കുക, നമുക്ക് എപ്പോഴും ഇങ്ങനെ ഒരു ബാഡ് മൂഡ് ഉണ്ടാകും, അതെല്ലാം മാറി നമ്മളുടെ വീടും ശുദ്ധമാകും, അതുപോലെ നമ്മുടെ മൈൻഡും നന്നായിട്ട് ഫ്രഷ് ആവുന്നതിന് സഹായിക്കും. അതുപോലെ തന്നെ മറ്റൊന്നാണ്, നമ്മുടെ വീട്ടിൽ ഇങ്ങനെ എന്താ പറയുക, കേടായിട്ടുള്ള വസ്തുക്കളൊക്കെ ഇങ്ങനെ സൂക്ഷിച്ച് വെക്കണത്. അതായത് നമ്മളുടെ ഒടിഞ്ഞ കസേരകൾ ഉണ്ടാവും, പൊട്ടിയ പാത്രങ്ങൾ, ഗ്ലാസ്സുകൾ, കേടായ ക്ലോക്കുകൾ, കേടായ വാച്ചുകൾ, അതായത് നമുക്ക് ആവശ്യമില്ല എന്നാലും നമ്മളത് സൂക്ഷിച്ച് വെച്ചിരിക്കുകയാണ്, എന്നാലത് കേടുവാണ്, നമുക്കിനി ഉപയോഗിക്കാനും പറ്റില്ല. അങ്ങനെ അവസ്ഥ ആ ഒരു സാധനങ്ങളൊക്കെ നമുക്ക് എന്തിനാണ്? അപ്പം നമ്മൾ ചെയ്യാന്ന് വെച്ചാൽ ഇത് നമ്മളുടെ വീട്ടിൽ നമ്മുടെ മനസ്സിനും നമുക്ക് എന്താ പറയുക, ഇത് നഷ്ടപ്പെട്ടു പോയല്ലോ എന്നൊരു ആ ഒരു തിങ്കിങ് നമുക്ക് ഉണ്ടാക്കും. മാത്രമല്ല നമ്മുടെ വീടിനും മനസ്സിനും ഒക്കെ നെഗറ്റീവ് എനർജി ഒരു നിറയ്ക്കാനായിട്ടും അത് കാരണമാവും. അതുകൊണ്ട് നമുക്ക് ഉപയോഗശൂന്യം ആയ എന്ത് സാധനങ്ങളാണെന്നുണ്ടെങ്കിലും അത് അപ്പം തന്നെ ഇതുപോലെ തന്നെ അത് കളഞ്ഞേക്കുക. അതുപോലെ തന്നെ പൊട്ടിയ കണ്ണാടിയൊക്കെ നമ്മുടെ വീട്ടിൽ സൂക്ഷിക്കാണ്ടിരിക്കുക. അതിൽ നോക്കണത് നമ്മുടെ മനസ്സിന് അയ്യോ ഇത് പൊട്ടിപ്പോയി, ഒരു സുഖമില്ല, ആ ഒരു ഫീല് നമുക്ക് ഉണ്ടാവും. അത് നമ്മളുടെ ഒരു ദിവസം ഫുള്ള് കളയാനായിട്ടേ കാരണമാകത്തുള്ളൂ. അപ്പോൾ അതൊക്കെ നമ്മളുടെ വീട്ടിൽ പോസിറ്റീവ് എനർജി നിറയ്ക്കണമെന്നുണ്ടെങ്കിൽ ഈ ഒരു വസ്തുക്കളൊക്കെ നമ്മൾ അവോയ്ഡ് ചെയ്യണം. അതുപോലെ മറ്റൊന്നാണ് അടുക്കും ചിട്ടയും എന്ന് പറയുന്നത്. നമ്മളുടെ തുണികളൊക്കെ ആണെന്നുണ്ടെങ്കിലും വീട്ടിലിങ്ങനെ അലങ്കോലമായിട്ട് നമ്മളുടെ കട്ടിലിലും നമ്മളുടെ കസേരയിലും കാണുന്നിടത്തൊക്കെ ഇങ്ങനെ ചിലർ ഞാൻ കണ്ടിട്ടുണ്ട് വീട്ടിലൊക്കെ ഇങ്ങനെ അവിടെ ഇവിടെയൊക്കെ കിടക്കണത്. അപ്പോൾ ആ ഒരു സ്വഭാവം നിങ്ങൾ കണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളത് എന്തായാലും ശീലം മാറ്റുക. ഇപ്പോൾ നമ്മൾ കഴുകാനുള്ള ഡ്രസ്സുകളാണെന്നുണ്ടെങ്കിൽ അത് കഴുകിയതിന് ശേഷം നന്നായിട്ട് ഉണക്കി മടക്കി എടുത്ത് അലമാരിയിലോ നമ്മൾ എവിടെയാണോ സൂക്ഷിക്കുന്നത് അവിടെ എടുത്ത് വെക്കുക, അവിടെ ഇവിടെ എടുത്തിടാണ്ടിരിക്കുക. കഴുകാനുള്ളത് മാറ്റി ഒരു ബക്കറ്റ് എന്തെങ്കിലും സൂക്ഷിക്കുക. അങ്ങനെ നമ്മൾ സൂക്ഷിച്ചിട്ട് നമ്മൾ അവിടെ ഇവിടെ ഇടാണ്ടിരിക്കുക. അലങ്കോലമായിട്ടിരിക്കുന്ന മുറിയും അതുപോലെ തന്നെ നമ്മളുടെ വീടും നെഗറ്റീവ് എനർജീനെ വിളിച്ചു വരുത്താൻ സഹായിക്കുന്ന ഒന്നാണ്. സോ നമ്മളുടെ അടുക്കളയാണെന്നുണ്ടെങ്കിൽ അതുപോലെ തന്നെ നമ്മൾ കഴിച്ചതിന് ശേഷം ഭക്ഷണമൊക്കെ നമ്മൾ വാരി വിതറി ഇടാണ്ട് രാത്രിയിലാണെന്നുണ്ടെങ്കിൽ നമ്മൾ കഴിച്ചതിന് ശേഷം എല്ലാം കഴുകി നല്ല അടുക്കും ചിട്ടയായിട്ട് വെക്കാനായിട്ട് സൂക്ഷിക്കുക. അത് ശ്രദ്ധിക്കേണ്ടതാണ്. അതോടൊപ്പം തന്നെ അടുക്കളയിലാണെന്നുണ്ടെങ്കിൽ നമ്മൾ എല്ലാ സാധനങ്ങളും നന്നായിട്ട് അടുക്കി വയ്ക്കുക. അങ്ങനെ അലങ്കോലപ്പെട്ട് ഇങ്ങനെ കിടക്കാണ്ട് അടുക്കി വയ്ക്കുക. അതുപോലെ തന്നെ ഭക്ഷണം കഴിച്ചതിന് ശേഷം അപ്പം തന്നെ നമ്മളുടെ പാത്രങ്ങളെല്ലാം കഴുകി വൃത്തിയാക്കി അടുക്കി സൂക്ഷിക്കാനായിട്ട് സഹായിക്കുക. അപ്പം അടുക്കി നമ്മൾ വൃത്തിയായി നമ്മൾ സൂക്ഷിക്കുന്ന നമ്മളുടെ അടുക്കളയാണെന്നുണ്ടെങ്കിലും റൂമാണെന്നുണ്ടെങ്കിലും ഡൈനിങ് ഹാളോ എന്തോ ആവട്ടെ, എല്ലായിടത്തും നമ്മളൊരു അടുക്കും ചുട്ടയും കീപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ വീട്ടിൽ എന്തായാലും പോസിറ്റീവ് എനർജി ഉള്ളെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. അതുപോലെ തന്നെ പോസിറ്റീവ് എനർജി നിറയ്ക്കാൻ സഹായിക്കുന്ന മറ്റൊന്നാണ് നമ്മളുടെ മണികൾ. നമ്മുടെ വീട്ടിൽ എപ്പോഴും അത് കാറ്റിലാടുന്ന മണികൾ പോലുള്ള എന്തെങ്കിലും തൂക്കിയിടുകയോ അല്ലെന്നുണ്ടെങ്കിൽ മണികൾ തന്നെ നമ്മൾ വീട്ടിൽ സൂക്ഷിക്കുകയും ചെയ്യുന്നത് നമ്മളുടെ വീട്ടിൽ ഒരു പോസിറ്റീവ് എനർജി ഉണ്ടാക്കാനായിട്ട് സഹായിക്കുന്ന ഒന്നാണ്. അതുപോലെ തന്നെ മറ്റൊന്നാണ് നമ്മൾ സാൾട്ടില്ലേ, നമ്മളുടെ ഉപ്പ്, അത് ഉപയോഗിച്ചിട്ട് നമ്മൾ മുറികളൊക്കെ തുടയ്ക്കാനായിട്ട് എടുക്കുക. കുറച്ച് ഉപ്പ് ചേർത്തതിന് ശേഷം ആ വെള്ളത്തിൽ നമ്മൾ മുറികളൊക്കെ തുടയ്ക്കാം. അതോടൊപ്പം തന്നെ നമ്മളുടെ മുറിയിൽ ഓരോ മൂലയിലായിട്ട് കുറേശ്ശെ ഒരു ബൗളിൽ എന്തെങ്കിലും എടുത്തിട്ട് അതിൽ നമ്മൾ കുറച്ച് ഉപ്പെടുത്തിട്ട് ഓരോ മൂലയിലും സൂക്ഷിച്ച് വെക്കുക. അത് 48 മണിക്കൂർ കൂടുമ്പം അത് നമ്മൾ ചേഞ്ച് ചെയ്ത് കൊടുക്കുക. ഇത് നമ്മളുടെ വീട്ടിലെ നെഗറ്റീവ് എനർജീനെ ബാലൻസ് ചെയ്യാനായിട്ടും പോസിറ്റീവ് എനർജി നിലനിർത്താനായിട്ടും സഹായിക്കും. നെഗറ്റീവ് എനർജീനെ പാടെ നീക്കം ചെയ്യാൻ സഹായിക്കുന്ന ഒന്നാണ് ഉപ്പ്. ഇനി മറ്റൊന്നാണ് നമ്മളുടെ വിൻഡോസൊക്കെ തുറന്നിടുക. ചില വീടുകളിൽ ചെന്നിട്ടുണ്ടെങ്കിൽ കാണാൻ പറ്റും ഏത് നേരവും വിൻഡോസൊക്കെ അടച്ചിട്ട് വാതിലും ജനലൊക്കെ അടച്ചിട്ടിട്ട് ഇങ്ങനെ ഇരിക്കുക. അതുപോലെ തന്നെ മാറാമ്പലം എന്നൊക്കെ പറയില്ലേ, അവിടെ ഇവിടെയൊക്കെ ചിലന്തി വലയൊക്കെ കൂട് കെട്ടി കിടക്കുക. ഇതൊക്കെ നമ്മളുടെ വീട്ടിലേക്ക് നെഗറ്റീവ് എനർജീനെയും നമുക്ക് ആവശ്യമില്ലാത്ത ബാധ്യതകളും ഒക്കെ വിളിച്ചു വരുത്താൻ സഹായിക്കുന്ന ഒന്നാണ്. നമ്മളുടെ മനസ്സിനെ തന്നെ ഡള്ളാക്കാൻ കാരണമാവുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ. അപ്പോൾ എപ്പോഴും നമ്മൾ വിൻഡോസൊക്കെ പകലാണെന്നുണ്ടെങ്കിലും നല്ലോണം തുറന്നിട്ട് വീട്ടിലേക്ക് നല്ല വെളിച്ചവും അതുപോലെ തന്നെ സൂര്യപ്രകാശവും കടത്തി എപ്പോഴും നമ്മൾ വീട്ടിലൊരു പ്രകാശപൂരിതമാക്കിയിട്ട് നിലനിർത്താനായിട്ട് നോക്കണം.
അതുപോലെ തന്നെ മറ്റൊന്നാണ് ഞാൻ പറഞ്ഞ പോലെ മാറാമ്പൽ. അതൊക്കെ നമ്മളെപ്പോഴും ഒരു ആഴ്ചയിൽ 2 ദിവസമെങ്കിലും ക്ലീൻ ചെയ്യാൻ നോക്കണം. അതൊന്നും ഇങ്ങനെ ചിലന്തി വല ഇങ്ങനെ കൂട് കെട്ടി കിടക്കണമെന്നൊന്നും നമ്മളുടെ വീടിന് ഒരു എന്താ പറയുക, ഒരു പോസിറ്റീവ് എനർജിക്ക് എതിരായിട്ട് നിൽക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ അതെല്ലാം വൃത്തിയാക്കി നമ്മളിതുപോലെ തന്നെ വിൻഡോസും വാതിലൊക്കെ നല്ലോണം തുറന്നിട്ടൊക്കെ പകലൊക്കെ വെളിച്ചം കയറുന്ന രീതിയിലൊക്കെ സൂക്ഷിക്കാനായിട്ട് നോക്കുന്നത് നമ്മളുടെ വീട്ടിലൊരു പോസിറ്റീവ് എനർജി എപ്പോഴും നിലനിർത്താൻ സഹായിക്കും. അതോടൊപ്പം തന്നെ എപ്പോഴും നമ്മളിങ്ങനെ പഴയ കാര്യങ്ങൾ എണ്ണി പറഞ്ഞ് കരയുന്ന ആൾക്കാർ കണ്ടിട്ടുണ്ടോ? അത് നമ്മുടെ വീട്ടിൽ ഏറ്റവും നെഗറ്റീവായിട്ടുള്ളൊരു എനർജി കൊണ്ടുവന്നിട്ട് കാരണമാകുന്നൊരു കാര്യമാണ്. നമ്മളുടെ കഴിഞ്ഞ കാര്യങ്ങൾ കഴിഞ്ഞു, അത്രേ ഉള്ളൂ. അത് നമ്മൾ ഇനിയുള്ള കാര്യങ്ങൾ പോസിറ്റീവായിട്ട് എന്ത് കാര്യത്തിന് എടുക്കുക. അപ്പോൾ നമ്മൾ ഈ എണ്ണി പറഞ്ഞ് എനിക്ക് അങ്ങനെ സംഭവിച്ചു, ഇങ്ങനെ സംഭവിച്ചു, എനിക്ക് അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറഞ്ഞാൽ എപ്പോഴും കരയും, പദം പറഞ്ഞ് കരയാന്നൊക്കെ പറയില്ലേ, അതുപോലെ തന്നെ നമ്മൾ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് കരഞ്ഞ് നമ്മളുടെ ആ ഒരു കണ്ണുനീര് നമ്മുടെ ഭക്ഷണത്തിൽ വീഴണമൊക്കെ നമ്മുടെ നെഗറ്റീവ് എനർജിയാണ്. അതെല്ലാം നെഗറ്റീവ് എനർജി മീൻസ് നമുക്ക് ഒരു പോസിറ്റീവായിട്ടുള്ള നമ്മളുടെ ഏതൊരു ലെവലിൽ നിന്ന് നമ്മൾ എപ്പോഴും ഉയർച്ചയിലേക്ക് പോകണം. അപ്പോൾ ആ ഒരു ഉയർച്ചയിലേക്ക് നമ്മൾ എത്താതെ നമ്മളെ ആ ഒരു ഏത് ലെവലിലാണോ നമ്മളെ പിടിച്ചു നിർത്താനായിട്ട് കാരണമാവുന്ന നെഗറ്റീവ് എനർജിക്ക് കാരണമാവും ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ. അപ്പം നമ്മൾ വീട്ടിൽ എപ്പോഴും സന്തോഷവും ചിരിയും കളിയൊക്കെ ആയിട്ടിരിക്കാൻ നോക്കുക. അതുപോലെ തന്നെ മറ്റുള്ളവരെ കുറ്റം പറയുക, അല്ലെന്നുണ്ടെങ്കിൽ ഇതുപോലെ തന്നെ നമ്മൾ എപ്പോഴും പഴയ കാര്യങ്ങൾ പറഞ്ഞ് കരഞ്ഞുകൊണ്ടിരിക്കുക, ഇതങ്ങനെ കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ മാറ്റി. അതുപോലെ തന്നെ വീട്ടിൽ വഴക്കിടുകയാണെന്നുണ്ടെങ്കിൽ അതും എല്ലാം മാറ്റാൻ നോക്കുക. ഇതൊക്കെ നമുക്ക് നെഗറ്റീവ് എനർജി ആയിട്ട് നമ്മളെ തന്നെ നമ്മളുടെ വീടിനെയും നമ്മുടെ സന്തോഷത്തെയും ഒക്കെ ബാധിക്കുന്ന കാര്യങ്ങളാണ്. അപ്പം വീട്ടിലെപ്പോഴും അതുപോലെ തന്നെ പ്രാർത്ഥനയും അതുപോലെ തന്നെ ഒരു മ്യൂസിക്കായിട്ടുള്ള എപ്പോഴും ഒരു ചെറിയ മ്യൂസിക്, സന്തോഷം, പാട്ടുകൾ, ഡാൻസ്, ഇതൊക്കെ നമ്മുടെ വീട്ടിൽ സന്തോഷം വിളിച്ചു വരുത്തി ഒപ്പം പോസിറ്റീവ് എനർജി നിലനിർത്താൻ സഹായിക്കുന്നതുമായ ഘടകങ്ങളാണ്. അതുപോലെ നമ്മുടെ വീടിനെ പോസിറ്റീവ് എനർജി നിറയ്ക്കാൻ സഹായിക്കുന്ന മറ്റൊരു ഘടകമാണ് സുഗന്ധം എന്ന് പറയുന്നത്. നമ്മുടെ വീട്ടിൽ എപ്പോഴും നന്നായിട്ട് അടിച്ച് തുടച്ച് വൃത്തിയാക്കി നന്നായിട്ട് അടുക്കും ചിട്ടയായിട്ട് കീപ്പ് ചെയ്യുക. അതോടൊപ്പം തന്നെ നമ്മൾ അതിൻ്റെ കൂടെ നമ്മുടെ വീട്ടിൽ ഈവനിങ്ങിൽ നമ്മൾ പഴയ ആൾക്കാരൊക്കെ ഇപ്പോഴും തുറന്നു പോകുന്ന ആൾക്കാരുണ്ട്, എന്നാലും എൻ്റെ അമ്മൂമ്മയൊക്കെ ചെയ്യണ കണ്ടിട്ടുണ്ട്. ഞാനിപ്പോൾ ചട്ടിക്കകത്ത് ഇങ്ങനെ നമ്മുടെ കുന്തിരിക്കവും കർപ്പൂരവും എല്ലാം കൂടി ഇട്ടിട്ട് വൈകുന്നേരം ആകുമ്പോൾ പോയിക്കും. അപ്പോൾ വീട്ടിലിങ്ങനെ അനാവശ്യമായിട്ട് പ്രാണികളും കൊതുകുകളും അതൊക്കെ ഉണ്ട്. അത് പോകുന്നതിനോടൊപ്പം ഇതുപോലെ തന്നെ നമ്മുടെ വീട്ടിലൊരു പോസിറ്റീവ് എനർജി നിറയ്ക്കാൻ സഹായിക്കുകയും ചെയ്യുന്ന ഒരു ഘടകമാണെന്ന് അന്ന് പറയണത് ഞാൻ ഓർക്കുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ തന്നെ നമ്മുടെ വീട്ടിൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വളരെ നല്ലതാണ്. വീട്ടിൽ എല്ലാ മുറിയിലും ഇങ്ങനെ കുന്തിരിക്കമൊക്കെ ഇട്ടിട്ട് വൈകുന്നേരം കുന്തിരിക്കം കുറച്ച് കർപ്പൂരമൊക്കെ ഇട്ടിട്ട് പോയിക്കാൻ നോക്കുക. അപ്പോൾ നമ്മുടെ വീട്ടിൽ പ്രാണികളും ഇതുപോലെ തന്നെ എന്താ പറയുക നെഗറ്റീവ് എനർജിയൊക്കെ ഉണ്ടെങ്കിൽ അത് പോകാനായിട്ടും വീട്ടിൽ നല്ലോണം സുഗന്ധം നിറയാനായിട്ടും ഇത് സഹായിക്കും. അതുപോലെ തന്നെ നമ്മൾ ഇപ്പം ന്യൂ ജനറേഷനായി ഞാൻ ഉൾപ്പെടെയുള്ള ആൾക്കാർ ചെയ്യുന്നത് വെച്ചാൽ ജസ്റ്റ് നമ്മൾ സ്പ്രേ ബോട്ടിൽ എടുത്തിട്ട് നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. അതുപോലെ തന്നെ നമ്മുടെ റൂം ഫ്രഷ്നറൊക്കെ അത് വാങ്ങിച്ചിട്ട് നമ്മുടെ റൂമിലൊക്കെ ഒന്ന് അടിച്ച് തുടച്ചതിന് ശേഷം നമ്മൾ റൂമിൽ ഈ റൂം ഫ്രഷ്നർ അടിക്കും അല്ലേ. പക്ഷെ നമ്മളത് കുട്ടികൾക്കാണെന്നുണ്ടെങ്കിലും നമ്മൾക്കാണെന്നുണ്ടെങ്കിലും നമ്മളുടെ ആരോഗ്യത്തിന് സാരമായി ബാധിക്കുന്ന കെമിക്കലുകളൊക്കെ അടങ്ങിയതാണ് ഇവയെല്ലാം. ജസ്റ്റ് സ്മെല്ല് കിട്ടുമെന്നല്ലാണ്ട് അത് നമ്മുടെ ശരീരത്തിന് ഒരു ഗുണവും ഇല്ല. അപ്പോൾ നമ്മൾ എന്തായാലും ചെയ്യാന്ന് വെച്ചാൽ നല്ല നാച്ചുറൽ ആയിട്ടുള്ള പ്രൊഡക്ട്സ് യൂസ് ചെയ്തിട്ട് നമ്മുടെ വീട്ടിൽ ഇതുപോലെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പോസിറ്റീവ് എനർജി നമ്മുടെ ലഭിക്കും. അതോടൊപ്പം തന്നെ നമ്മുടെ ഹെൽത്തും ഉണ്ടാവും. അതിന് വേണ്ടിയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന 1-2 ഘടകങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യമായിട്ട് ഈ പറഞ്ഞ നമ്മൾ വൈകിട്ട് കുറച്ച് കുന്തിരിക്കം നമ്മൾ പോയിക്കാൻ നോക്കുക. അത് വളരെ നല്ലതാണ്. അതുകൂടാണ്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എസെൻഷ്യൽ ഓയിൽസ് ഒക്കെ നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. അപ്പോൾ അതിൽ ഏറ്റവും നല്ല സ്മെല്ലായിട്ട് എനിക്ക് ഫീൽ ചെയ്ത ലാവൻഡർ എസെൻഷ്യൽ ഓയിലും അതുപോലെ ലെമൺ അതുപോലെ തന്നെ റോസിൻ്റെ എസെൻഷ്യൽ ഓയിൽസ് കിട്ടും. അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ഭർത്താവും ഭാര്യയും എന്ന് പറയില്ല ആ റിലേഷൻഷിപ്പിനെ നന്നായിട്ട് പോസിറ്റീവായിട്ടുള്ള രീതിയിലേക്ക് നയിക്കാനായിട്ടും അവരുടെ ഇടയിലൊരു സ്നേഹബന്ധം വളരാനായിട്ടും സഹായിക്കുന്ന ഒരു സ്മെല്ലാണ് റോസിൻ്റെ സ്മെല്ല്. അപ്പം നമ്മൾ റോസിൻ്റെ എസെൻഷ്യൽ ഓയിൽ വാങ്ങിച്ചിട്ട് നമ്മൾ വീട്ടിൽ വൈകിട്ട് ഇതുപോലെ തന്നെ നന്നായിട്ട് പോയിക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ അധികം ഇത് നമ്മളുടെ റിലേഷനും വളരെ നല്ലതാണ്. ഒപ്പം നമ്മുടെ വീട് നല്ല പോസിറ്റീവായിട്ടും അതുപോലെ തന്നെ നല്ല സുഗന്ധപൂരിതമായിട്ട് നിലനിർത്താനും സഹായിക്കും. അതുപോലെ തന്നെ മറ്റൊരു നല്ലൊരു ഗുണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ലാവൻഡർ എസെൻഷ്യൽ ഓയിലാണെന്നുണ്ടെങ്കിൽ ഒരു 2-3 ഡ്രോപ്സ് അല്ലെങ്കിൽ ലെമണോ റോസോ ഏതാണെന്ന് വെച്ചാൽ നമ്മുടെ വീട്ടിലെ വിൻഡോസിലും നമ്മളുടെ എന്താ പറയുക തലയിണയിലും നമ്മുടെ കിടക്കയിലും നമ്മളുടെ കട്ടനിലൊക്കെ ഒരു 2-3 ഡ്രോപ്സ് എടുത്തിട്ട് നമ്മൾ ഒരു സ്പ്രേ ബോട്ടിലിൽ മിക്സ് ചെയ്തിട്ട് ഒഴിച്ചിട്ടുണ്ടെങ്കിൽ സ്പ്രേ ചെയ്ത് കൊടുത്താൽ നല്ല മുറിയെല്ലാം നന്നായിട്ട് സ്മെല്ല്
അതുപോലെ മറ്റൊരു ടിപ്പെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഓറഞ്ച് കഴിച്ചതിന് ശേഷം നടുവിൽ കൂടെ നമ്മൾ മുറിച്ചതിന് ശേഷം ഓറഞ്ചിൻ്റെ അകത്തുനിന്ന് ഇതെല്ലാം ചൂഴ്ന്നെടുത്തതിന് ശേഷം അതിൽ ഓയിൽ നിറയ്ക്കുക. അതിൽ 2 ഡ്രോപ്സ് നമ്മൾ എസൻഷ്യൽ ഓയിൽ എന്തെങ്കിലും ഒഴിക്കുക. അതിൽ നമ്മൾ കുറച്ച് എണ്ണ നിറച്ചിട്ട് അത് നമ്മൾ കത്തിച്ച് വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ മുറിയിൽ നന്നായിട്ട് സ്മെല്ലുണ്ടാവാനായിട്ട് സഹായിക്കും. അതുപോലെ തന്നെ ഓറഞ്ചിൻ്റെ അകത്ത് നമ്മൾ കറിയാമ്പൂ കുത്തി വെച്ചിട്ട് മുറിയിൽ വെച്ചിട്ടുണ്ടെങ്കിലും മുറി നല്ല സ്മെല്ലായിട്ടിരിക്കും. അതുപോലെ തന്നെ മറ്റൊന്നാണ് നമ്മളുടെ ബേക്കിംഗ് സോഡയും നാരങ്ങ നീരും കൂടെ ഒരു സ്പ്രേ ബോട്ടിൽ എടുത്തിട്ട് നമ്മളുടെ മുറിയിലും വിൻഡോസിലും അതുപോലെ തന്നെ കട്ടറിലൊക്കെ സ്പ്രേ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ മുറിക്കകത്ത് നന്നായിട്ട് നല്ലൊരു സ്മെല്ലും ഉണ്ടാകും. അതുപോലെ തന്നെ ഇതുപോലെ ഒരുപാട് നമ്മളുടെ ചിലന്തിയും അങ്ങനെയൊന്നും കൂട് കെട്ടാണ്ടിരിക്കാനായിട്ടും മുറിയിലൊരു പോസിറ്റീവ് എനർജി നിലനിർത്താനായിട്ടും ഇത് സഹായിക്കും. അതുപോലെ തന്നെ അടുക്കളയിൽ നമ്മൾ ഫിഷൊക്കെ നമ്മൾ എടുത്തതിന് ശേഷം നന്നായിട്ട് സ്മെല്ലുണ്ട്, നമ്മൾ എന്തെങ്കിലും കറിയൊക്കെ വെച്ചിട്ട് ബാഡ് സ്മെൽ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് പോകാനായിട്ട് ഒന്നെങ്കിൽ നമ്മളൊരു പാത്രത്തിൽ കുറച്ച് വെള്ളം തിളപ്പിച്ചിട്ട് അതിലേക്ക് 1 സ്പൂൺ ആപ്പിൾ സിഡർ വിനീഗർ ഒഴിക്കുക. അതിലേക്ക് ഒരു അരമുറി ലെമണും കൂടെ പിഴിഞ്ഞ് ചേർത്തതിന് ശേഷം നാരങ്ങ തോടും അതിലിട്ട് തിളപ്പിക്കുക. ആ വെള്ളം ചൂടോട് കൂടിയിട്ട് നമ്മൾ പുറത്തെടുത്തൊരു ബൗളിലെടുത്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ ആ മുറിയിൽ ബാഡ് സ്മെല്ലൊക്കെ മാറാനായിട്ട് സഹായിക്കും. അതുപോലെ തന്നെ നമ്മളിതുപോലെ വെള്ളം തിളപ്പിച്ചിട്ട് അതിലേക്ക് കറുവപ്പട്ട നന്നായിട്ട് കറുവപ്പട്ടയും നാരങ്ങ നീരോട് ഇട്ട് തിളപ്പിച്ചിട്ട് ചെയ്താലും സെയിം എഫക്റ്റ് തന്നെയാണ്. അതുപോലെ തന്നെയാണ് ആപ്പിൾ സിഡർ വിനിഗർ നമ്മളൊരു സ്പ്രേ ബോട്ടിൽ എടുത്തിട്ട് അടുക്കളയിൽ സ്പ്രേ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ ബാഡ് സ്മെല്ലൊക്കെ പെട്ടെന്ന് പോകാനായിട്ട് സഹായിക്കും. അതുപോലെ തന്നെ നമുക്ക് എന്തെങ്കിലും സ്മെല്ലുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ജസ്റ്റ് കർപ്പൂരം എടുത്തിട്ട് ഒന്ന് പുകച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് ഈ ബാഡ് സ്മെല്ലൊന്ന് പോകാനായിട്ടും സഹായിക്കും. അതുപോലെ തന്നെ സവാള വട്ടത്തിൽ മുറിച്ചിട്ട് മുറിയിൽ നമ്മളുടെ എവിടെയാണോ, അതായത് നമ്മളുടെ അടുക്കളയിലൊക്കെയാണോ വെക്കുകയാണെന്നുണ്ടെങ്കിൽ വേറെ എക്സ്ട്രാ ഉള്ള അങ്ങനെ ബാഡ് സ്മെല്ല് പോകാനായിട്ട് സഹായിക്കും. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഇതുപോലൊക്കെ വളരെ സിമ്പിളായിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ ഞാൻ നിങ്ങളെ കാണിച്ചു തരാം, നമുക്ക് വീട്ടിൽ ഈസി ആയിട്ട് നമുക്ക് എസൻഷ്യൽ ഓയിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് നമ്മുടെ വീട്ടിൽ അത് ഉപയോഗിച്ചിട്ട് നമുക്ക് വീട്ടിൽ നമ്മുടെ റൂമിലൊക്കെ നല്ല ഫ്രഷ് ആയിട്ടുള്ള സ്മെല്ല് കിട്ടുക എന്നുള്ളത് നോക്കാം. അപ്പോൾ ഇത് നമ്മൾ നന്നായിട്ട് മുറിയൊക്കെ വൃത്തിയാക്കിയതിന് ശേഷം വൈകിട്ടാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ നല്ലൊരു അടിപൊളിയായിട്ടുള്ള പോസിറ്റീവ് എനർജി വീട്ടിൽ നിലനിർത്താൻ സഹായിക്കും. അപ്പോൾ അതെങ്ങനെയാണ് നമുക്ക് നോക്കാം. ഇതാണ് വാട്ടർ ടോപ്പ് അൾട്രാസോണിക് ഹോം അരോമ ഹ്യൂമിഡിഫയർ എന്നാണ് ഇതിൻ്റെ പേര്. നമുക്ക് എസൻഷ്യൽ ഓയിൽസ് ഉപയോഗിച്ചിട്ട് വീട്ടിൽ നല്ല സുഗന്ധം നിലനിർത്താനായിട്ട് സഹായിക്കുന്ന ഒന്നാണ്. ഇതിന് നല്ല എന്താ പറയുക കൂളിംഗ് ആയിട്ടുള്ളൊരു എഫക്റ്റ് ഉള്ള ഒരു കാറ്റാണ് ഇതിൽ നിന്ന് പുറത്തേക്ക് വരിക. ഇതാണ് ഇതിൻ്റെ ഇങ്ങനെ ഉണ്ടാവുക. ഒരു വളരെ ചെറിയ ഒരെണ്ണമാണ്. ഇത് വലുതും ചെറുതും ഒക്കെ ആയിട്ട് അവൈലബിൾ ആണ്. അപ്പോൾ നമുക്കിത് ഓൺലൈനിൽ കിട്ടും, ആമസോണിലൊക്കെ ഇത് അവൈലബിൾ ആണ്. ഇതിൻ്റെ മുകളിലുള്ള ടോപ്പ് ഈ ഭാഗം നമുക്ക് ഊരിയെടുക്കാം. അത് ഇതുപോലെ ഊരിയെടുക്കാം. അതിനുശേഷം നമ്മൾ ഈ ഭാഗത്ത് നമ്മൾ വെള്ളം നിറയ്ക്കുക. നോർമൽ വാട്ടർ ഇല്ലേ, ആ വാട്ടർ നിറച്ച് കൊടുക്കുക. അതിനുശേഷം നമ്മൾ ഇതിലേക്ക് എസൻഷ്യൽ ഓയിൽസ്, ഞാനിവിടെ എടുത്തിരിക്കുന്നത് റോസിൻ്റെ എസൻഷ്യൽ ഓയിലാണ്. അപ്പോൾ നല്ലൊരു സ്മൂത്ത് സ്മെല്ല് കിട്ടും. അപ്പോൾ നമ്മൾ വീടൊക്കെ നന്നായിട്ട് ക്ലീൻ ചെയ്ത് ഈവനിങ്ങിനാണെന്നുണ്ടെങ്കിലും നമ്മളിത് റൂമിൽ വിൻഡോസൊക്കെ അടച്ചതിന് ശേഷം ഇത് ഓൺ ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല സ്മെല്ലായിരിക്കും. ഇത് കണ്ടോ, ഇതിപ്പോൾ ഒരു 4-5 തുള്ളി ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. അതിനുശേഷം ഇതിൻ്റെ 2 സ്വിച്ച് ഉണ്ട്. ഒന്നിൽ ലൈറ്റ്, നമുക്കിതിൽ 7 കളറുണ്ട്. അത് രാത്രിയിലൊക്കെ നമ്മൾ ഓൺ ചെയ്ത് വെക്കുകയാണെങ്കിൽ നല്ല ഭംഗിയാണ് കാണാനായിട്ട്. പിന്നെ നെക്സ്റ്റ് നമ്മളിത് ഓൺ ചെയ്തു, സ്വിച്ച് ഓൺ ചെയ്തു. ഇതിൻ്റെ കണക്ടർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ സാംസങ് ഫോണിൻ്റെയൊക്കെ ചാർജർ ഇല്ലേ, അതുപോലത്തെ കണക്ടറാണ് ഇതിൻ്റെ. അപ്പോൾ ജസ്റ്റ് കുത്തിയിട്ട് നമ്മൾ ഫോണിൻ്റെ ചാർജറുമായിട്ട് കണക്ട് ചെയ്താൽ മതി. ഇതുപോലെ തന്നെ 7 കളറുണ്ട്, അതിങ്ങനെ മാറി മാറി വരും. അതിന് ശേഷം ഇത് കണ്ടോ, ഇതുപോലെ തന്നെ ഇതിനകത്തുനിന്ന് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. ഇത് നമ്മൾ റൂമിൽ ഇതുപോലെ തന്നെ ഓപ്പൺ ചെയ്ത് ഇതുപോലെ കുത്തി വെച്ചാൽ മതി. ലൈറ്റ് ഓഫ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ഇതുപോലെ റെഡ്, വയലറ്റ്, ബ്ലൂ ഇങ്ങനെ ഓരോ ഡിഫറെൻ്റ് ആയിട്ടുള്ള കളർ ഇങ്ങനെ മാറി മാറി വരും. 7 ഡിഫറെൻറ്റ് കളർ ഉണ്ട് ഇതിൽ. നല്ല ഭംഗിയാണ് കാണാനായിട്ട്. ഒപ്പം നമ്മുടെ റൂമിൽ നല്ലൊരു ഫ്രഷ് ഫീലും നല്ല സ്മെല്ലും കിട്ടും. അപ്പം വളരെ നല്ലതാണ്. നല്ല തണുപ്പാണ്. ഇത് തൊടുകയാണെങ്കിൽ തന്നെ കുട്ടികൾക്കൊന്നും പൊള്ളുമൊന്നുമില്ല. അപ്പോൾ എന്തായാലും നിങ്ങളൊന്ന് വാങ്ങിച്ച് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. അപ്പോൾ നമ്മളുടെ വീട്ടിൽ നല്ല സന്തോഷവും സമാധാനവും ഒക്കെ നിലനിൽക്കട്ടെ, നല്ല പോസിറ്റീവ് എനർജി നമ്മളുടെ വീട്ടിൽ വന്ന് നിറയട്ടെ. അപ്പോൾ ഈ ടിപ്സൊക്കെ നിങ്ങൾ യൂസ് ചെയ്ത് നോക്കൂ. അപ്പോൾ അതിൻ്റെ ഡിഫറൻസ് നമുക്ക് മനസ്സിലാവും. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കണം. അപ്പോൾ അടുത്ത എപ്പിസോഡ് വീണ്ടും കാണാം. അതുവരേക്കും ഇറ്റ്സ് മീ തനു സൈനിങ് ഓഫ്. ടേക്ക് കെയർ. ബൈ.